എല്ലടാ നിങ്ങൾക്കൊന്നും വീട്ടിൽ പോകാനായില്ലേ? നേരെ നട്ടപ്പാതിയായില്ലേ? ഓ ബാലാട്ടിന് പിള്ള മാത്രം കൂടിയാണ് നിൽക്കുന്ന നിൽപ്പാണ്ടില്ലേ? എന്താ പ്രകാശ കഴിഞ്ഞൊരു സ്വപ്നം തന്നെ അല്ലേ? എന്നാലും ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീക്കി കല്യാണം കഴിക്കാൻ പറ്റില്ലേ? അത് നിന്റെ ഭാഗ്യല്ലേ? അത് ഭാഗ്യം തന്നെ. പിന്നെ അല്ലാണ്ട് മാസങ്ങളോളം പെണ്ണ് നോക്കിയാണെന്ന് കിട്ടാത്ത എത്ര ആളുണ്ടോ? ഇതിപ്പോ ഒരു മാസം കൊണ്ടല്ലേ പെണ്ണ് കാണലും നിശ്ചയം അങ്ങനെ കഴിക്കലും. അതിനൊരു കാര്യമുണ്ട്. ഒരു മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കൊടുത്ത സൂത്രധാരം നമ്മളാ. പക്ഷെ എന്നാലും കഴിഞ്ഞെല്ലാം ഓർമ്മിക്കുമ്പോ വല്ലാത്തൊരു വിഷമം പോലെ. ഇതാ ഇവന്റെ തകരാറ്. കഴിഞ്ഞൊന്നും ഓർക്കണ്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. പുതിയ പെണ്ണ്, പുതിയ ജീവിതം. എന്നാലും ഒരെന്നാലും ഇല്ല. നീ ഇരിക്കണം, നീ ഉള്ളിലിരിക്കണം. ഞാനൊരു സെന്റ് ഇങ്ങളെന്ത് പ്രകാശേട്ടാ അതിനകത്തായിട്ട് ഇങ്ങനെയാ? അല്ല പിന്നെ ഒരു പയറ്റില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് വാതിലും ജനലെല്ലാം ശരിക്കും അടച്ചോ. വീഴ്ത്തം കേട്ട ഗുളോ ഒന്ന് ഒപ്പിച്ചിട്ട് വരാൻ വെക്കാം. ഇനിയിപ്പോ കാണുമ്പോ മൊത്തത്തില് ഡെക്കറേഷൻ ചെയ്ത പന്തല് പോലെയുണ്ട്. വലിയ സാമ്പാറിന്റെ മണ. അപ്പൊ തിരിച്ചെന്നെ മാണ ഇഷ്ടമല്ല അല്ലേ? അതല്ല പ്രകാശേട്ടാ, എനിക്ക് സാമ്പാർ നല്ല ഇഷ്ടം. അതല്ലേ ഞാനിവിടെ പറഞ്ഞേ. ഇങ്ങനെ എന്തെങ്കിലും നല്ലൊരു ദിവസമായി നമ്മളെന്തെങ്കിലും അടിപിടിക്കുന്നല്ലേ? നിങ്ങൾക്കൊന്നും പ്രകാശനം ശരിക്കും അറിയാനില്ല. നമുക്ക് നാട്ടാറുള്ള എന്താ നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ വല്ലാത്ത ജന്മം തന്നെയാണ് കണ്ട ഇത് നോക്കിയാണ് എന്തെന്ന്? അല്ലല്ല ഇപ്പൊ എന്നോട് തിരക്കൊന്നുമല്ലേ? ഇത് വായിക്ക് എന്തെങ്കിലും ഒരു വാർത്തയാ. എടാ വിനോദാ, രാവിലെ തന്നെ എന്നാ പേപ്പറില് ആരൊക്കെ മരിച്ചിട്ടുണ്ടോ? ഒരു മൈക്കൽ വായിച്ചതിന് ശേഷം ഇന്റർനെറ്റ് സെർച്ചിങ് കമ്പനിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ഉപഗ്രഹ മാപ്പിംഗ് തയ്യാറാക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചെയ്യുന്ന പരിപാടിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ഇല്ലെന്നാണ് അറിയുന്നത്. ഗ്രാമങ്ങളുടെ ചെറിയ ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന ഉപഗ്രഹ മാപ്പിങ്ങിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താടാ? അങ്ങനെ പറഞ്ഞാലാ ഇതൊക്കെ ഒന്നും അറിയില്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ? മോളിലും താഴെയും ക്യാമറ എന്നാ നമ്മുടെ ചെറിയ ചലനം വരെ സായി പാടിയിരുന്ന് കാണുന്നില്ല. പാടി അപ്പോൾ
നിർത്തി നിങ്ങൾ ഈ പാലങ്ങൾ പിടിച്ചു എനിക്ക് വേണം ഞാൻ പോകും പോന്നാ പിന്നല്ല അതന്നെ നല്ലത്. അങ്ങനെ ദിനേശ എല്ലാ ദിവസവും ഓരോ വാർത്തയാണ് ഉള്ള തന്നെയാ പൈസ. മോളിൽ തായി ക്യാമറ ഓരോ ചലനങ്ങളും അടയാളപ്പെടുത്തുമ്പോൾ വീഞ്ഞോട്ടു പിന്നെ ആ ഞാൻ കുളിക്കാണ്. കുളിക്കാനാ മോളിൽ തായി ക്യാമറ ഉള്ളപ്പോ കുളിക്കാനാ? ഓള് വാർത്ത വായിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? നമ്മളെ ഗ്രാമത്തിന്റെ ഓരോ ചലനങ്ങളും ഓരോ വഴികളും അടയാളപ്പെടുത്തുന്നു, ക്യാമറ പിടിക്കൂന്ന്. കുളിക്കാനാ? എന്നോട് കുളിക്കാനാ? കുളിക്കണ്ട! എന്താണ് പ്രാവശ്യം കുളിക്കാനും പറ്റില്ലേ? നീ നമ്മളെ കുളിമുറിയിൽ കുളിക്കണ്ട. എല്ലാരും ക്യാമറയാ. നിങ്ങൾക്കെന്താ ഭ്രാന്താ? നമ്മളെ കുളിമുറിയിൽ ആര് ക്യാമറ കൊണ്ടുവരാനാ? നീ വാർത്ത വായിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? എന്നാലും ക്യാമറയാ. നമ്മുടെ ഗ്രാമത്തിന്റെ ഓരോ ചലനങ്ങളും അമേരിക്കയിലെ സായിപ്പ് കാണുമെന്ന്. നമ്മള് കുളിക്കുന്നതും ഉറങ്ങുന്നതും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും എല്ലാം അമേരിക്കയിലെ സായിപ്പ് കാണുമെന്ന്. മുഖത്തിലൂടെ കുടിക്കോ? വിരത്തുമ്പോ പോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത കാലം ആരെങ്കിലും ക്യാമറ പിടിപ്പിച്ച് പ്രദർശിപ്പിച്ചാലോ? ഇന്റർനെറ്റിലിടും. പിന്നെ 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 നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഭ്രാന്താ? ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ? നിങ്ങൾക്ക് മാത്രം ഒരു ക്യാമറ? എന്തെന്ന് കാണാനാ? എന്നോട് ഇങ്ങനെ ഭ്രാന്ത് കാണിച്ച ഒടിതുള്ളി കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങും. ഷൂട്ട് ചെയ്യുന്നവർ ഷൂട്ട് ചെയ്യട്ടെ, പിന്നെ പ്രശ്നമില്ലല്ലോ. എന്താ പറഞ്ഞ? പിന്നെ പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രമായി നഷ്ടപ്പെടാൻ എന്താ പ്രവേശിച്ചുള്ളേ? പിന്നെ പിന്നെ എന്നിട്ട് നീ ഇതിനകത്ത് കയറിയിരിക്കെ ആരും കാണണ്ട. ഇതിനകത്ത് ഒളിച്ചിരുന്നോ? ഇത് ഈ തുണിയെ കൊണ്ട് മൂടിയിരുന്നോ? ആരും കാണാണ്ട് ഒരു ക്യാമറക്ക് പിടി കൊടുക്കാണ്ട് ഇതിനകത്ത് മൂടിയിരുന്നോ? ആരും കാണണ്ട. മനസ്സെനിക്ക് വിരത്തുമ്പോ പോലും പുറത്ത് കണ്ടാതെ ഒറ്റ പൊതിഞ്ഞ് ജീവിക്കാന് എന്നെ കൊണ്ടാവില്ല. നഷ്ടപ്പെടും പോലും, പെണ്ണിന് മാത്രം നഷ്ടപ്പെടും പോലും. ഡെറ്റോൾ വെച്ച് കഴിയാൻ പോകുന്നതൊക്കെ പെണ്ണിനേ ഉള്ളൂ. എന്താ പറഞ്ഞേ? കൊന്നോളി ഞാൻ. അഴിച്ചാണ്ട് ഇറക്കാൻ നിന്റെ വിചാരം കൊല്ലി ഞാൻ. പ്രകാശ, രാവിലത്തേക്ക് പ്രാന്തായ? നിങ്ങളോടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്റെ മണിയറയിലെ കെട്ടി നോക്കാനാ? നിങ്ങളെ കയ്യിൽ ക്യാമറ ഇണ്ടാ? ഞാനിന്റെ അമ്മയാണ്. എന്താ ഇതിന്റെ വിചാരം? പോയിക്കോ ഒരു കൊല്ലി ഞാൻ. അതമ്മ, ഇത് എന്റെ ഭ്രാന്തായ? കമലത്തി, നിങ്ങൾ ഇങ്ങ് വാ.
തന്നെ ശാന്ത അടുത്ത് ഞാനും നോക്കുന്നത്. പ്രകാശനെ പുറത്ത് കണ്ടിട്ട് ദിവസം കുറയായില്ലേ? ബാലാട്ടം വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. ഇപ്പൊ വരും ബാലാട്ടം. അല്ല ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കട്ടെ. ബാലാട്ടം വരാതെ ഇപ്പൊ അങ്ങനെ അഴിച്ചു. അല്ലടാ എന്നിട്ട് തീരുമാനമായ ആര് തീരുമാനിക്കാൻ ബാലാട്ടം? അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കാൻ പോയാൽ പറഞ്ഞാ ആര് പോയിനാ? ചത്തോ ജീവിച്ചോ എന്ന് നോക്കണ്ടേ? കമലേറ്റടുത്തോട് വിവരം പറയണ്ടേ? എന്തിനാ അറിയിക്കുന്നത്? ഓറാണെന്ന് കരയുന്നുണ്ട്. എത്ര വലിയ ഭ്രാന്തനായാലും പെറ്റ തള്ളേനെ പെരുവഴിയിൽ ഇറക്കി വിടുവാ. എന്റെ അടുത്തായോണ്ട് ഓർക്ക് ഒരു പ്രശ്നവും ഇല്ല. അത് പിന്നെ പറഞ്ഞ നേരം. ദിനേശിന്റെ അന്നത്തെ പേപ്പർ വാങ്ങില്ല ഓന്റെ സമരത കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് 6 മാസമായില്ലേ? അതിന് അത് കഴിഞ്ഞിട്ട് ഓണേടിയാ പുറത്ത് വന്നിനാ. പണിക്കും പോയിട്ടില്ല. 1-2 വട്ടം കണ്ടിന്. ഇപ്പൊ അതും കാണുന്നില്ല. അതല്ലാതെ ഇതിപ്പോ ചത്തോ ജീവിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം? എന്റെ ഈശ്വര, എനിക്ക് അതൊന്നും കാണാൻ വയ്യ. എനിക്കതല്ല പടി. ഇപ്പൊ ഓളി കൊന്നിട്ട് ഓൻ കെട്ടിത്തോന്നി ചത്തിട്ടോ മറ്റുണ്ടാവോ? ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ നിൽക്കാൻ പറ്റില്ല. പിന്നെ ബാലേട്ടൻ എന്താ പറയുന്നത്? എന്താ ചെയ്യണ്ടേ ഇപ്പൊ? നമ്മ ഉത്തരവാദില്ലേ? പന്തൽ വിളിക്കണം. ഇങ്ങോട്ടാ ബാലേട്ടൻ പറഞ്ഞ കാത്തിക്കണ്ട. വാ, പന്തൽ വിളിച്ചേക്കാം. എല്ലാരും വന്നേ പന്തൽ വിളിക്കണ്ടേ? ഇങ്ങനെ അങ്ങോട്ട് പോട്ടാദ്യം. അങ്ങോട്ട് പിടിച്ച് ബാലേട്ടാ നിങ്ങൾ പറഞ്ഞു നോക്ക്.